ഏറ്റവും വിരോധാഭാസമായ ഒരു കാര്യം. ബാക്കി എല്ലാത്തിനും നമ്മൾ ചൂഷണം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. പക്ഷെ പ്രകൃതിയോട് നമ്മൾ ചെയ്യുന്ന ചൂഷണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വികസനം എന്നാണ്. ചൂഷണത്തിന്റെ നേരെ വിപരീതമാണ് വികസനം. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന സമയത്ത് ബാക്കി എന്തിനെ ചൂഷണം ചെയ്താലും ചൂഷണം എന്ന് ഉപയോഗിക്കുന്നിടത്ത് പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന ചൂഷണങ്ങൾക്ക് വികസനം എന്ന വാക്ക് ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതിൽ വലിയ റോളൊന്നുമില്ല. നമ്മൾ ONV കുറിപ്പ് അദ്ദേഹം ഭൂമിയുടെ ചരമഗീതം എഴുതിയിട്ടുണ്ട്. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇത് നിന്റെ എന്റെയും ആത്മശുശ്രൂഷക്കായി ഹൃദയത്തിൽ നിന്ന് ഇന്നേ പാടുന്ന ഗീതം എന്ന് പറഞ്ഞ് ഭൂമിയുടെ ചരമഗീതം പോലും നമ്മുടെ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ 1880 കാലാവസ്ഥ നിരൂപണം തുടങ്ങിയ നിരീക്ഷണം തുടങ്ങിയ സമയത്തൊക്കെ ഇത് ഏതോ ഭാവിയിൽ നടക്കുന്നതാണ് എന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ മനുഷ്യർ വിചാരിച്ചിരുന്നു. പക്ഷേ ഭൂമിയുടെ മരണമണി നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ കടുത്ത ചൂടിലൂടെ മുഴുകിക്കഴിഞ്ഞു എന്നാണ് ശാസ്ത്രലോകം പഠിച്ച് ശാസ്ത്രീയമായി ഇന്ന് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. IPCCയുടെ റിപ്പോർട്ടുകൾ നമുക്ക് ഇന്റർനെറ്റിൽ കിട്ടും. അതെടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാകും. ഭൂമിയെ അതിന്റെ ചരമ അവസ്ഥയിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മരം നട്ടുപിടിപ്പിക്കലാണെന്ന് എല്ലാ ശാസ്ത്രീയ വിശകലനങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു, ഇദാ സമിഅ അഹദുകും ബിദ്ദജ്ജാൽ, നിങ്ങൾ ആരെങ്കിലും ദജ്ജാലിനെ കുറിച്ച് കേട്ടാൽ എന്ന് പറഞ്ഞാൽ ഖിയാമത്തായാൽ ആകാശം താഴേക്ക് വീഴുമെന്ന് നിങ്ങൾ കേട്ടു, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകാശം പൊട്ടി വീഴാൻ പോകുന്ന വലിയ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭൂമി അവസാനിക്കാൻ പോവുകയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായി. നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിൽ ആ സമയത്ത് ഒരു മരത്തിന്റെ തൈയുണ്ടെങ്കിൽ ആ മരം നിങ്ങൾ നട്ടുപിടിപ്പിക്കുക. ഇന്ന് ലോകം മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്ന ഭൂമിയെ തിരിച്ചു പിടിക്കാനുള്ള അവസാനത്തെ ശ്രമത്തിന്റെ ഭാഗമായി കാടുകൾ നിർമ്മിക്കുക, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഭൂമി നശിക്കാൻ പോകുമ്പോ ആകാശം പൊട്ടി താഴേക്ക് വീഴുന്നതിന്റെ ശബ്ദം നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ കയ്യിൽ ഒരു വൃക്ഷത്തിന്റെ തൈയുണ്ടെങ്കിൽ നിങ്ങളത് നട്ടുപിടിപ്പിക്കണം. അലാ ഇന്ന ലിന്നാസി ഐശൻ ബഅദഹാ, അറിയണം, നിങ്ങൾ മാത്രമല്ല ഭൂമിയിൽ ജീവിക്കേണ്ടത്, നിങ്ങൾ